ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ വെൽഡിംഗ് ഡിഫെക്ട്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആർക്ക് വെൽഡിങ്ങും അതിൻ്റെ അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസ് ഒക്കെ പറഞ്ഞു നിർത്തി. ഈ വീഡിയോ നമുക്ക് വെൽഡിംഗ് ഡിഫെക്ട്സിനെ പറ്റി പഠിക്കാം. നമ്മൾ കാസ്റ്റിംഗ് പഠിച്ചപ്പോൾ കാസ്റ്റിംഗ് ഡിഫെക്ട്സിനെ പറ്റി പഠിച്ചായിരുന്നു. അതൊരു 10 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഡിഫെക്റ്റ് ഉണ്ടാവാം, എന്തൊക്കെ എറർ ഉണ്ടാവാം, എന്തൊക്കെ ഡാമേജസ് ഉണ്ടാവാം എന്നതിനെ പറ്റിയാണ് ഈ കാസ്റ്റിംഗ് ഡിഫെക്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത്. വെൽഡിംഗ് ഡിഫെക്ട്സ് എന്ന് പറഞ്ഞാൽ വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡിഫെക്റ്റ് ഉണ്ടാവാം, ആ വെൽഡ് ജോയിൻറ്റിൽ എന്തൊക്കെ ഡിഫെക്റ്റ് ഉണ്ടാവാം, വർക്ക് പീസിൽ എന്തൊക്കെ ഡിഫെക്റ്റ് ഉണ്ടാവാം, ആ പ്രോസസ്സിൽ എന്തൊക്കെ ഡിഫെക്റ്റ് ഉണ്ടാവാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്, വെൽഡിംഗ് ഡിഫെക്ട്സ് എന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 പോയിന്റ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 10 മാർക്സിനൊന്നും ചോദിക്കുകയില്ല, ഒരു 4-5 മാർക്സിനായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എല്ലാത്തിനും ഫിഗർ വരയ്ക്കണമെന്നുമില്ല. നിങ്ങൾക്ക് പറ്റാവുന്ന സിമ്പിളായിട്ടുള്ള തോന്നുന്ന ഫിഗർ ഒരു 3-4 നിങ്ങൾ വരയ്ക്കാനായിട്ട് ശ്രമിക്കാം. 2-3 എണ്ണം മതി. 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2-3 ക്വസ്റ്റ്യൻ പോയിന്റിൻ്റെ ഫിഗർ മാത്രം വരച്ചാൽ മതി. ഫിഗർ ഇനിയുള്ളതിൽ ഞാൻ അങ്ങോട്ട് കാണിക്കും. അപ്പോൾ ഇതാണ് വെൽഡ് ഡിഫെക്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ വെൽഡ് ഡിഫെക്ട്സ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു 5-6 പോയിന്റ്സ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെൽഡിംഗ് ഡിഫെക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഡാമേജസ്, എന്തൊക്കെ ഡിഫെക്ട്സ് ഒരു വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളിവിടെ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ, എക്സാമിന് ഈ 6 പോയിന്റ്സ് ലിസ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് എഴുതുന്നതെന്ന് വെച്ചാൽ ഈ ഓരോ ഡിഫെക്റ്റിനെ പറ്റിയും എന്താണ് ആ ഡിഫെക്റ്റ് എന്നും എന്തുകൊണ്ടാണ് ആ ഡിഫെക്റ്റ് ഉണ്ടാവുന്നതെന്നും ആ ഡിഫെക്റ്റ് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ അത് ശരിയാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നും ഈ 3 പോയിന്റ്സാണ് നമ്മൾ ഈ ഓരോ ഡിഫെക്റ്റിനെ പറ്റിയും എഴുതാനുള്ളത്. അതായത് എന്താണ് ആ ഡിഫെക്റ്റ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഈ ഡിഫെക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ അത് ഒഴിവാക്കാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ ശരിയാക്കിയെടുക്കാം. ഇങ്ങനെ 3 പോയിന്റ്സാണ് നമ്മൾ ഈ ഓരോ ഡിഫെക്റ്റിനെ പറ്റി എഴുതാനുള്ളത്. പറ്റാവുന്ന ഇതിനെല്ലാം ഈ 3 പോയിന്റ്സ് വീതം എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് വെൽഡിംഗ് ഡിഫെക്ട്സ് എന്നുള്ളത്. ആദ്യത്തേത് വെൽഡ് ക്രാക്ക് എന്ന് പറയുന്ന ഡിഫെക്റ്റ്. വെൽഡ് ക്രാക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ, ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ആ വെൽഡ് ജോയിൻ്റ് ഒരു ക്രാക്ക് ഉണ്ടാവും. നമ്മൾ ഈസി ആയിട്ട് നമുക്ക് കാണാനൊക്കും. പുറമേ നോക്കുമ്പോൾ തന്നെ ഈ ഒരു ക്രാക്ക് നമുക്ക് വിസിബിളായിട്ട് കാണാനൊക്കും. അപ്പോൾ ഇതിനെയാണ് വെൽഡ് ക്രാക്ക് എന്ന് പറയുന്ന ഡിഫെക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ പൊളന്നിരിക്കുക. അപ്പോൾ ഇങ്ങനെ വെൽഡ് ക്രാക്ക് ഉണ്ടായിപ്പോയാൽ വെൽഡിൻ്റെ സ്ട്രെങ്ത് കുറയും, ആ ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത് ഒരുപാട് കുറയും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആവശ്യത്തിന് സ്ട്രെങ്ത് ഇല്ല, ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫെക്റ്റിനെയാണ് വെൽഡ് ക്രാക്ക് എന്ന് പറയുന്നത്. ഈ വെൽഡ് ക്രാക്ക് എന്ന ഡിഫെക്റ്റ് ഉണ്ടാകാനുള്ള റീസൺ എന്തെന്ന് വെച്ചാൽ ഈ വർക്ക് പീസിൻ്റെ മെറ്റീരിയലും ഫില്ലർ മെറ്റീരിയലിൻ്റെ മെറ്റീരിയലും ഡിഫറൻ്റ് ആവുന്നുവെങ്കിലാണ് ഈ ഒരു ഡിഫെക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. ഇതിങ്ങനെ വെൽഡിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്തെന്ന് പറഞ്ഞാൽ വർക്ക് പീസിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയായിരിക്കണം ഫില്ലർ മെറ്റീരിയൽ. വർക്ക് പീസിൻ്റെ സെയിം മെറ്റീരിയൽ അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ സെയിം പ്രോപ്പർട്ടീസ് ഉള്ള എന്തെങ്കിലും അലോയ് ആയിരിക്കണം ഫില്ലർ മെറ്റീരിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ അല്ലാതെ എൻ്റയർലി ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റീരിയലോ എന്തെങ്കിലും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള അലോയ്സോ ഒക്കെ ഫില്ലർ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ഡിഫെക്റ്റ് ഉണ്ടാകുന്നത്. അപ്പം കറക്റ്റ് ഫില്ലർ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഡിഫെക്റ്റ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഡിഫെക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, അതിന് പിന്നെ ശരിയാക്കി എടുക്കാനൊന്നും നോക്കത്തില്ല, അതിങ്ങനെ പൊളന്ന് തന്നെ ഇരിക്കും. അപ്പോൾ ഇതാണ് വെൽഡ് ക്രാക്ക് എന്ന് പറയുന്ന ഡിഫെക്റ്റ്. രണ്ടാമതാണ് ലാക്ക് ഓഫ് പെനട്രേഷൻ എന്ന് പറയുന്ന ഡിഫെക്റ്റ്. ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതാണ് ലാക്ക് ഓഫ് പെനട്രേഷൻ എന്ന് പറഞ്ഞ് ഉള്ള ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതും നമുക്ക് നേക്കഡ് ഐ കൊണ്ട് പുറമേ നിന്ന് കാണാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഡിഫെക്റ്റാണ് ലാക്ക് ഓഫ് പെനട്രേഷൻ എന്ന് പറയുന്നത്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിഗർ നോക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എഡ്ജ് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. എഡ്ജ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 2 വർക്ക് പീസ് തമ്മിൽ വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ എഡ്ജസിനെ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം, വി ഷേപ്പിലോട്ട് ആക്കി എടുത്തിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് രണ്ടുമാണ് വർക്ക് പീസ്, ഇത് തമ്മിലാണ് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ആ ജോയിൻ ചെയ്യാനുള്ള ആ എഡ്ജസിനെ ഈ വി ഷേപ്പിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കും. അതിൻ്റെ വീര് ഒരു ഹാഫ് ഒരു പീസിലും മറ്റേ ഹാഫ് മറ്റേ പീസിലും ആയിട്ടൊക്കെ ഷേപ്പ് ചെയ്തെടുക്കും. വി എന്നോ വൈ എന്നോ ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ ആ ഷേപ്പിൽ ആക്കി എടുത്തിട്ടാണ് ഈ പീസിനെ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് ആർക്ക് ഈ സർഫസിലുള്ള കുറച്ച് തിക്നെസ്സിലുള്ള മെറ്റീരിയലിനാണ് മെൽറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഈ വി ഷേപ്പിൽ വരുന്ന ഈ ഗ്യാപ്പിലോട്ടാണ് ഫില്ലർ മെറ്റീരിയൽ വന്ന് ഡിപ്പോസിറ്റ് ആവുന്നത്. അങ്ങനെ ഫില്ലർ മെറ്റീരിയൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്താണ് ഈ രൂപത്തിലുള്ള വെൽഡ് ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ ഇതൊക്കെയാണ് വെൽഡ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഡാർക്ക് ഷെയ്ഡിലിരിക്കുന്നതാണ് ആ ഫില്ലർ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ എഡ്ജസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വി ഷേപ്പിലോ അല്ലെങ്കിൽ വൈ ഷേപ്പിലോ ഒക്കെ ഇരിക്കും. ഇത് രണ്ട് സൈഡിലും വെൽഡ് ചെയ്തിട്ടുണ്ട്, 2 സൈഡിലും വൈ ഷേപ്പിലോ അല്ലെങ്കിൽ വി ഷേപ്പിലോ ഒക്കെ ആക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് എഡ്ജ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഫില്ലർ മെറ്റീരിയൽ ഒന്ന് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പും കൂടെ ഇവിടെ ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയാണ് ഈ വി ഷേപ്പ് അല്ലെങ്കിൽ വൈ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഷേപ്പിലോട്ട് വേണം ഫില്ലർ മെറ്റീരിയൽ വന്ന് നിറഞ്ഞ് ഇരിക്കാനായിട്ട്. അപ്പോൾ അതാണ് ഈ ജോയിൻ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചില സമയത്ത് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്യാപ്പ് വി ഷേപ്പിൽ വരുന്ന ആ ഗ്യാപ്പ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തില്ല എന്ന് വരും. ഫുള്ളി ഫില്ല് ചെയ്യാതെ ഇരിക്കുന്ന ആ ജോയിൻ്റാണ് ഈ രൂപത്തിലൊക്കെ ഇരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം കുറച്ചും കൂടെ ഫില്ല് ചെയ്യാനായിട്ട്, ഫില്ലർ മെറ്റീരിയൽ കുറച്ചും കൂടെ ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡിഫെക്റ്റിനെയാണ് ലാക്ക് ഓഫ് പെനട്രേഷൻ എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് ഫില്ലർ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാവാതെ ഉണ്ടാവുന്ന ജോയിൻറ്റ്.
അപ്പോൾ ഇത് സഫീഷ്യൻ്റ് ആയിട്ട് സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് നല്ല സ്കില്ലുള്ള വർക്കർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡിഫക്റ്റ് വരത്തില്ല. നമ്മളെപ്പോലുള്ളവരൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് ഇങ്ങനെയൊക്കെ വെൽഡ് ജോയിൻ്റ് ഉണ്ടായി വരുന്നത്. സഫീഷ്യൻ്റ് ആയിട്ട് ഫില്ല മെറ്റീരിയൽ ഫുള്ളായിട്ട് ഫില്ലായില്ല. അതാണ് ലാക്ക് ഓഫ് പെനട്രേഷൻ എന്ന് പറയുന്ന ഡിഫക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള സ്പീഡിലൊക്കെയാണ് വെൽഡിങ് ചെയ്യുന്നതെങ്കിൽ, സ്കില്ലുള്ള വർക്കാണ് ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു ഡിഫക്റ്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു ഡിഫക്റ്റ് വന്നു പോയാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. മേ ബി ഇതിൻ്റെ പുറത്ത് കൂടെ ഒന്നും കൂടെ വെൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ശരിയാക്കി എടുക്കാം എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് ലാക്ക് ഓഫ് പെനട്രേഷൻ എന്ന് പറയുന്ന ഡിഫക്റ്റ്. പിന്നെ ഉള്ളതാണ് സ്ലാഗ് ഇൻക്ലൂഷൻ. സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഈ സ്ലാഗ് എന്നെ പറ്റി നമ്മൾ പറഞ്ഞു, ഈ സ്ലാഗ് എന്നുള്ളത് ഈ വെൽഡ് ജോയിൻ്റെ പുറത്ത് മേലെ ഒരു ലെയർ പോലെ കിടക്കും, നമുക്ക് അതിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം എന്നൊക്കെ പഠിച്ചു. ഈ സ്ലാഗ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഈ ഇലക്ട്രോഡിലൊരു ഫ്ലക്സ് കോട്ടിങ് കാണും. ഇലക്ട്രിക് ആർക്കിൻ്റെ ടെമ്പറേച്ചർ കൊണ്ട് ഈ ഫ്ലക്സ് കോട്ടിങ് കൂടെ മെൽറ്റായി ഒരു ഗ്യാസ് ഷീൽഡ് പോലെ ആക്ട് ചെയ്യും. ഗ്യാസ് ഷീൽഡ് പോലെ ഈ ഇലക്ട്രിക് ആർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇലക്ട്രിക് ആർക്കിന് ചുറ്റും ഒരു എൻവലപ്പ് പോലെ, ഒരു ഗ്യാസ് ഷീൽഡ് പോലെ ഈ ഫ്ലക്സ്, ഈ കോട്ടിങ്, ഇലക്ട്രോഡിലുള്ള കോട്ടിങ്ങിലുള്ള ആ ഫ്ലക്സ് ഇങ്ങനെ മെൽറ്റായി ഗ്യാസ് ഷീൽഡ് പോലെ ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗ്യാസ് ഷീൽഡ് എന്നുള്ളത് അതിൻ്റെ പർപ്പസ് എന്തെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ആർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും കാർബണും നൈട്രോജനായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഈ ഗ്യാസ് ഷീൽഡിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഗ്യാസ് ഷീൽഡ് തന്നെ നമ്മുടെ മെറ്റൽ മെൽറ്റ് ആവുന്നത് എവിടെയാണ്? എഡ്ജസിലാണ് നമ്മൾ ഇലക്ട്രിക് ആർക്ക് കൊണ്ട് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് മെറ്റലൊന്ന് മെൽറ്റ് ആവും. ഈ മെൽറ്റ് ചെയ്യുന്ന മെറ്റലും ഈ ഗ്യാസ് ഷീൽഡുമായിട്ട് റിയാക്ട് ചെയ്ത് സ്ലാഗ്, അതായത് ഇമ്പ്യൂരിറ്റി ഫോം ചെയ്യും. ഈ ഫോം ചെയ്യുന്ന സ്ലാഗ് എന്ന് പറയുന്നത്, ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്ന ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വെൽഡ് ജോയിൻ്റെ മുകളിൽ ഒരു ലെയർ പോലെയായിരിക്കും ഇത് വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും പറ്റുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. പക്ഷേ ചില കേസിൽ ഈ സ്ലാഗ്, അതായത് ഈ ഇമ്പ്യൂരിറ്റി എന്ന സംഭവം ഈ വെൽഡ് ജോയിൻ്റെ അകത്ത് പെട്ടുപോകും. അങ്ങനെ വെൽഡ് ജോയിൻറ്റിൻ്റെ അകത്ത് ഈ സ്ലാഗ് പാർട്ടിക്കിൾസ് പെട്ടുപോകുന്നു എങ്കിലാണ് ഈ സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഡിഫക്റ്റ് ആയിട്ട് മാറുന്നത്. ഇങ്ങനെ സ്ലാഗ് ഈ വെൽഡ് ജോയിൻ്റെ അകത്ത് പെട്ടുപോവുകയാണെങ്കിൽ ഈ വെൽഡ് ജോയിൻ്റെ സ്ട്രെങ്ത് ഒരുപാട് കുറയും. കാരണം സ്ലാഗ് ഇമ്പ്യൂരിറ്റീൻ്റെ അകത്ത് പെട്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ വെൽഡ് ജോയിൻ്റെ സ്ട്രെങ്ത് ഒരുപാട് കുറയും. ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് നേക്കഡ് ഐ കൊണ്ട് പുറമേ നിന്ന് നോക്കിയാലൊന്നും കണ്ടെത്താനൊക്കത്തില്ല. ഇതിൻ്റെ അകത്തുള്ള സ്ലാഗിൻ്റെ പാർട്ടിക്കിൾസ് ഒന്നും നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ നേക്കഡ് ഐ കൊണ്ടൊന്നും കാണാനൊക്കത്തില്ല. ഇത് വെൽഡിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാനായിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ എക്സ്റേ ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ എക്സ്റേ ഉപയോഗിച്ചൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അത് മനസ്സിലാവുന്നത് ഇതിൻ്റെ അകത്ത് സ്ലാഗിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന്. അങ്ങനെ നമുക്കിത് ഈ ഒരു ഡിഫക്റ്റ് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ പുറമേ നിന്ന് നോക്കിയാൽ നേക്കഡ് ഐ കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. അപ്പോൾ സ്ലാഗ് വെൽഡ് ജോയിൻ്റെ അകത്ത് പെട്ടുപോയാണ് സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അതേസമയം സ്ലാഗിന് പകരം എയറിൻ്റെ എയർ ബബിൾസ് ആണ് ഈ വെൽഡ് ജോയിൻ്റെ അകത്ത് പെട്ടുപോകുന്നതെങ്കിൽ അതിനെ പോറോസിറ്റി എന്ന് പറയുന്ന ഡിഫക്റ്റ് ആയിട്ട് മാറും. ഇങ്ങനെ എയർ ബബിൾസ് ഇതിന് വെൽഡ് ജോയിൻ്റെ അകത്ത് പെട്ടുപോകുന്നുവെങ്കിൽ അതിൻ്റെയും സ്ട്രെങ്ത് കുറയും, ഈ ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത് കുറയും. ഇതും പുറമേ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവത്തില്ല ഇങ്ങനെ എയർ ബബിൾസ് അതിൻ്റെ വെൽഡ് ജോയിൻ്റെ അകത്ത് പെട്ടുപോയി എന്ന്. നേക്കഡ് ഐ കൊണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവത്തില്ല. എക്സ്റേ ടെസ്റ്റിൻ്റെ സമയത്തൊക്കെ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ വെൽഡ് ജോയിൻ്റെ അകത്ത് ഇങ്ങനെ എയർ ബബിൾസ് പെട്ടുപോയി എന്ന്. അപ്പോൾ ഇത് കാരണവും വെൽഡിൻ്റെ സ്ട്രെങ്ത് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് പോറോസിറ്റി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഡിഫക്റ്റാണ് സ്പാറ്റർ എന്ന് പറയുന്നത്. സ്പാറ്റർ എന്ന് പറഞ്ഞാൽ ഈ വെൽഡ് ജോയിന് ചുറ്റും കാണുന്ന ചെറിയ ചെറിയ തരികൾ, ചെറിയ ബബിൾ ഷേപ്പിലുള്ള ചെറിയ സ്പെറിക്കൽ ഷേപ്പിലുള്ള ചെറിയ തരികളെയാണ് ഈ സ്പാറ്റർ എന്ന് പറയുന്നത്. ഈ ഫോട്ടോയിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഇവിടെ ചുറ്റും ഇങ്ങനെ തരികളായിട്ട് ഇങ്ങനെ ചെതറി കിടക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇതിനെയാണ് സ്പാറ്റർ എന്ന് പറയുന്നത്. ഈ സ്പാറ്റർ എന്ന് പറയുന്നത് ഉണ്ടാവാനുള്ള റീസൺ എന്തെന്ന് വെച്ചാൽ വലിയ സ്കില്ലൊന്നും ഇല്ലാത്ത, വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത വർക്കർ വെൽഡിങ് ചെയ്യപ്പോൾ, അതായത് നമ്മളെ പോലുള്ളവരൊക്കെ വെൽഡിങ് ചെയ്യപ്പോഴാണ് ഇങ്ങനെ കുറേ സ്പാറ്റർ പോലെ ഇങ്ങനെ തെറിച്ച് ഇങ്ങനെ ചെതറി കിടക്കുന്ന പോലത്തെ ഡിഫക്റ്റ് ഉണ്ടായി വരുന്നത്. അതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോഡും വർക്ക് പീസും ആയിട്ടുള്ള ഗ്യാപ്പ് കൂടി പോകുന്നുവെങ്കിലാണ് ഇങ്ങനൊരു ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. ഗ്യാപ്പ് കൂടി പോകുന്നുവെങ്കിൽ ഇലക്ട്രോഡ് മെൽറ്റ് ചെയ്ത് ആ മെറ്റീരിയലാണ് ഈ ജോയിൻ്റെ മേളിലേക്ക് വീഴാനുള്ള, എവിടെയാണോ ജോയിൻറ്റ് ഫോം ചെയ്യാനുള്ള അതിൻ്റെ മേളിലേക്ക് വീഴാനുള്ള ഈ ഇലക്ട്രോഡ് മെൽറ്റ് ചെയ്താണ്. ഈ ഇലക്ട്രോഡും വർക്ക് പീസും ആയിട്ടുള്ള ഗ്യാപ്പ് കൂടി പോവുകയാണെങ്കിൽ ഈ ഇലക്ട്രോഡ് മെൽറ്റ് ചെയ്ത് അത് ചുറ്റും ഇങ്ങനെ പരക്കെയായിരിക്കും, അതിങ്ങനെ തെറിച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തായിരിക്കും ആ ഫില്ല മെറ്റീരിയൽ ഇതിൻ്റെ വർക്ക് പീസിൻ്റെ പുറത്തേക്ക് വീഴുന്നത്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ വീഴുന്നതാണ് ഇങ്ങനെ ചെറിയ തരികളായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് വീഴാൻ കാരണം ഗ്യാപ്പ് കൂടി പോകുന്നെങ്കിലാണ്. സാധാരണ നമ്മൾ പറഞ്ഞു ഈ വർക്ക് പീസും ഇലക്ട്രോഡും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 5 mm അല്ലെങ്കിൽ 7 mm അത്രയും ഗ്യാപ്പേ വരാൻ പോകുന്നുള്ളൂ. ആ ഗ്യാപ്പ് തന്നെ വളരെ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത വർക്കാണ് വെൽഡിങ് ചെയ്യുന്നത് എങ്കിൽ ഈ ഗ്യാപ്പ് കോൺസ്റ്റൻ്റ് ആയിട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ അയാൾക്ക് സാധിക്കത്തില്ല. അയാൾ ഈ ഇലക്ട്രോഡ് പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഗ്യാപ്പ് ഒരു 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ ഒക്കെ കൂടിപ്പോകും. 3-4 സെൻറ്റിമീറ്റർ ഒക്കെ ആയിരിക്കും ഗ്യാപ്പായിട്ട് വരുന്നത്. അങ്ങനെ ഗ്യാപ്പ് കൂടിപ്പോകുന്നു എങ്കിലാണ് ഈ ഇലക്ട്രോഡ് മെൽറ്റ് ചെയ്ത് ഇങ്ങനെ പരന്ന് ഇങ്ങനെ തെറിച്ച് ഇങ്ങനെ ചുറ്റും
ഇങ്ങനെ ഫില്ലർ മെറ്റീരിയൽ വന്ന് വീഴുന്നത്. ഇതെല്ലാം ഫില്ലർ മെറ്റീരിയലാണ്. ഈ കിടക്കുന്ന ചെറിയ ചെറിയ തരികളെന്ന് പറയുന്ന ഫില്ലർ മെറ്റീരിയലാണ്. ഇലക്ട്രോഡ് മെൽറ്റ് ചെയ്ത ആ പാർട്ടിക്കിൾസാണ്. അതിങ്ങനെ തെറിച്ച് ഇതിന് ചുറ്റുമായിരിക്കും വന്ന് വീഴുന്നത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രമായിട്ട് വീഴാതെ, ഗ്യാപ്പ് വളരെ കുറവാണെങ്കിലാണ് ഈ ഒരു പോയിന്റിൽ മാത്രമായിട്ട് ഫില്ലർ മെറ്റീരിയൽ വീഴുന്നത്. ഗ്യാപ്പ് ഒരുപാട് കൂടി പോകുന്നുവെങ്കിൽ ഇങ്ങനെ തെറിച്ചായിരിക്കും ആ ഫില്ലർ മെറ്റീരിയൽ വന്ന് വീഴുന്നത്. അപ്പോൾ അതാണ് ഈ സ്പാറ്റർ എന്ന് പറയുന്ന ഡിഫക്റ്റ് ആയിട്ട് മാറുന്നത്. ഇത് വലിയ ഹാംഫുൾ ആയിട്ടുള്ള ഡിഫക്റ്റ് അല്ല. സാൻഡ് പേപ്പർ ഇട്ട് വല്ലതും ഉരയ്ക്കുകയാണെങ്കിൽ ഈ ഡിഫക്റ്റിനെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ഈ വർക്ക് പീസിനെ സാൻഡ് പേപ്പർ ഇട്ടൊക്കെ സ്ക്രാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ചെറിയ ചെറിയ പാർട്ടിക്കിൾസിനെ ഈസി ആയിട്ട് അങ്ങ് റിമൂവ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് വലിയ ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് അല്ല സ്പാറ്റർ എന്ന് പറയുന്നത്. അടുത്ത ഡിഫക്റ്റാണ് വ്രാപ്പിംഗ് ആൻഡ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഈ ഡിഫക്റ്റ് ആക്ച്വലി കഴിഞ്ഞ വീഡിയോയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വെൽഡിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞ സമയത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഈ വ്രാപ്പിംഗ് ആൻഡ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം. ഈ ഒരു ഡിഫക്റ്റ് ഉണ്ടാകുന്നുള്ള റീസൺ എന്തെന്ന് പറഞ്ഞാൽ ഈ വർക്ക് പീസിൻ്റെ തിക്നെസ് ചെറുതാണ്. വർക്ക് പീസിൻ്റെ തിക്നെസ് കുറവാണെങ്കിലാണ് ഇങ്ങനൊരു ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. നമ്മൾ സാധാരണ വെൽഡ് ചെയ്യുന്ന സമയത്ത് വെൽഡ് ചെയ്യുന്ന ആ എഡ്ജസിൻ്റെ ആ പോർഷൻ മാത്രമല്ല ചൂടാവുന്ന, വർക്ക് പീസ് മൊത്തമായിട്ടും ചൂടാവും. അപ്പോൾ തിക്നെസ് കുറഞ്ഞ വർക്ക് പീസ് ആണെങ്കിൽ അതിങ്ങനെ ചൂടാവുന്ന സമയത്ത് അത് എക്സ്പാൻഡ് ചെയ്യും. അതിപ്പോൾ എല്ലാ വർക്ക് പീസും എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം വെൽഡിങ്ങിന് ശേഷം കുറച്ച് കഴിയുമ്പോഴേക്കും അത് തണുക്കും. വെൽഡിംഗ് ഒക്കെ തീർന്നു കഴിയുമ്പോഴേക്കും ആ എക്സ്പാൻഡ് ചെയ്ത കമ്പൗണ്ടിന് തിരിച്ച് തണുത്ത് കഴിയുമ്പോഴേക്കും അത് തിരിച്ചങ്ങ് കോൺട്രാക്ഷൻ നടക്കും. അപ്പം ഈ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഈ വർക്ക് പീസ് മൊത്തം ചൂടാകുന്നതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യും. വെൽഡിങ് തീർന്നു കഴിഞ്ഞാൽ അത് തണുക്കുന്ന സമയത്ത് അത് തിരിച്ച് കോൺട്രാക്ട് ചെയ്യും. അങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് വർക്ക് പീസിൻ്റെ തിക്നെസ് കുറവാണ് എങ്കിൽ അതിങ്ങനെ വളഞ്ഞു പോകും. ആ വളഞ്ഞു പോകുന്ന തന്നെയാണ് ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ വ്രാപ്പിംഗ് എന്ന ഡിഫക്റ്റ് ആയിട്ട് മാറുന്നത്. അതായത് വർക്ക് പീസിൻ്റെ തിക്നെസ് കുറയുന്നുവെങ്കിൽ അത് എക്സ്പാൻഷൻ നടന്നു കഴിഞ്ഞാൽ വെൽഡിങ്ങിൻ്റെ സമയത്ത് അത് എക്സ്പാൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് തിരിച്ച് വെൽഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് തണുക്കുന്ന സമയത്ത് തിരിച്ച് കോൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് അത് കൂടുതൽ അങ്ങ് വളഞ്ഞു പോകും. ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നതിന് പകരം ആ വർക്ക് പീസ് അങ്ങ് വളഞ്ഞു പോകും. അത് വർക്ക് പീസിൻ്റെ തിക്നെസ് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫക്റ്റിനെയാണ് വ്രാപ്പിംഗ് ആൻഡ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വളഞ്ഞു പോയാൽ പിന്നെ അത് ഫ്ലാറ്റ് ആക്കി എടുക്കാനൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. മിക്കവാറും പിന്നെ അത് ഫ്ലാറ്റ് ആവത്തേയില്ല, വളഞ്ഞേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് തിക്നെസ് കുറഞ്ഞ വർക്ക് പീസിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. തിക്നെസ് കുറഞ്ഞ വർക്ക് പീസിൽ സൂട്ടബിൾ അല്ല വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഇങ്ങനെ കോൺട്രാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് ഇങ്ങനെ വളഞ്ഞു പോകും തിക്നെസ് കുറഞ്ഞ വർക്ക് പീസ് ആണെങ്കിൽ. അപ്പോൾ ഈ ഡിഫക്റ്റിനാണ് വ്രാപ്പിംഗ് ആൻഡ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡിഫക്റ്റുകളാണ്. ഇതിൽ കൂടുതൽ ഡിഫക്റ്റുകളുണ്ട്, എന്നാലും സിമ്പിളായിട്ടുള്ള കുറച്ച് ഡിഫക്ട്സ് മാത്രമേ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ വെൽഡ് ഡിഫക്ട്സ് ഒന്ന് മേ ബി ഒരു 4-5 മാർക്സിന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ 4-5 പോയിന്റ്സ് എഴുതുക. 2-3 സെൻറ്റൻസ് വീതം എഴുതിയാൽ മതി ഓരോന്നിനെ പറ്റിയും. പിന്നെ പറ്റുമെങ്കിൽ 2-3 ഫിഗറും കൂടെ വരയ്ക്കുക. നിങ്ങൾക്ക് സിമ്പിളാണ് എന്ന് തോന്നുന്ന ഫിഗറും കൂടെ നിങ്ങൾ ഉണ്ടാക്കി വരയ്ക്കുക. ഈ ഫിഗറൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാനൊക്കെ, മേ ബി ഈ ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാനൊക്കെ, ഇതിനൊക്കെ ഒരു ഫിഗറാക്കി വരയ്ക്കാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് വെൽഡിംഗ് ഡിഫക്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് സോൾഡറിങ്ങിനെ പറ്റിയും ബ്രാസിങ്ങിനെ പറ്റിയും നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.